Hi students, welcome to Business Law Academy. ബിസിനസ് ലോ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺട്രാക്റ്റ് ആക്ടിലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പാർട്ടാണ്. കോൺട്രാക്റ്റ് ആക്ടിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ, പ്രപ്പോസൽ എന്നീ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് കൂടുതലായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൺട്രാക്റ്റ് ആക്ടിൽ ഈ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 3 മുതൽ സെക്ഷൻ 9 വരെയാണ് ഇതിൻ്റെ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കോൺട്രാക്റ്റിൽ വരുമ്പോൾ അതിലെ പ്രോമിസറും പ്രോമിസിയും അവരുടെ ആശയങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ഓഫറുകൾ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരു പ്രോമിസി ആക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് നിരസിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലുമായും കോൺട്രാക്റ്റ് ആക്ടിൽ ഈ ഭാഗത്തിൽ പറയുന്നത്. ഈ ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ മറ്റേത് തരത്തിലെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ ലംഘനമോ ആക്സെപ്റ്റൻസോ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വോയിഡായി മാറും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ കോൺട്രാക്റ്റിൻ്റെ ഈ ഭാഗത്തെ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ എന്ന് പറയുന്ന ഭാഗം നമുക്ക് സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലാണ് പറയുന്നത്. സെക്ഷൻ 3 പ്രകാരം കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ and acceptance respectively are deemed to be made by any act or omission of party proposing, accepting or revoking, by which he intends to communicate such proposal, acceptance, revocation, or which has the effect of communicating it. ഇങ്ങനെയാണ് സെക്ഷൻ 3 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 3 കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ, പ്രപ്പോസലിനെ പറ്റി പറയുന്നു. നമുക്കൊന്നും കൂടിയും അതൊന്ന് ഘട്ടം ഘട്ടമായി പഠിക്കാം. കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ്. അതായത് കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ ഏത് കാര്യത്തിൽ, പ്രപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ് respectively are deemed to be made, are deemed to be എന്ന് പറയുന്നത് അതുപോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. മെയ്ഡ് ബൈ ആൻ ആക്ട്. സുഹൃത്തുക്കളെ, ഇവിടെ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റ് ആക്ട് അല്ല, ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു പ്രയോഗം നമ്മൾ സെക്ഷൻ 2 ക്ലോസ് എയിലും വരാറുണ്ട്, സെക്ഷൻ 2 ക്ലോസ് ഡിയിലും വരുന്നതായിട്ട് കാണാറുണ്ട്. ഇവിടെയെല്ലാം ആക്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷനെ കുറിച്ചാണ്. ഓർ ഒമിഷൻ എന്ന് പറയുന്നത് നിരസിക്കുക.
ഒമിഷൻ എന്ന് പറയുന്നത് നിരസിക്കുക അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ള, ഒഴിച്ചുകൂടുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ള പ്രയോഗങ്ങളാണ്. ഓഫ് പാർട്ടി, പ്രപ്പോസിങ്, ആക്സെപ്റ്റിംഗ് ഓർ റിവോക്കിംഗ്. അപ്പോൾ ഒരു ആക്ടിലൂടെയോ, അതായത് ഒരു ആക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒമിഷനിലൂടെയോ ഒരു പാർട്ടിക്ക് പ്രപ്പോസിങ്, ആക്സെപ്റ്റിംഗ്, റിവോക്കിംഗ് നടത്താമെന്നാണ് പറയുന്നത്. ഒരു ആക്ഷനിലൂടെയോ ഒരു ഒമിഷനിലൂടെയോ. അതാണ് ഈ സെക്ഷന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. ഒരു ആക്ഷനിലൂടെയോ ഒരു ഒമിഷനിലൂടെയോ ഒരു പാർട്ടിക്ക് പ്രപ്പോസിങ്, ആക്സെപ്റ്റിംഗ് ഓർ റിവോക്കേഷൻ നടത്താം. എങ്ങനെ? അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ. സത്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു കാര്യം സമ്മതം പറയുന്നത് സാധാരണ എക്സ്പ്രസ്ഡ് ആയിട്ടാണ്, അല്ലേ? എക്സ്പ്രസ്ഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ തറപ്പിച്ച വേർഡ്സിലൂടെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ, അതായത് ആംഗ്യഭാഷകളിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും മറ്റു ചില കാര്യങ്ങൾ, അത് പ്രപ്പോസൽ ആയിക്കോട്ടെ, ആക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, നമ്മൾ ഒമിഷനിലൂടെയും കടന്നു പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഉള്ളതാണ്. ആ ഫേസ്ബുക്കിൽ ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നമ്മൾ സാധാരണ എടുക്കാറ് ഒമിഷനിലൂടെയാണ്. ഒമിഷൻ എന്ന് പറയുന്നത് അതിന് നെഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒഴിച്ചുകൂടുക എന്നുള്ളതാണ്, അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ കുറച്ച് പേര് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് ആക്ഷനിലൂടെ. അതായത് ക്യാൻസൽ എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുന്ന ആ നിമിഷം ആ ആക്ഷൻ നടക്കുകയാണ്, ക്യാൻസൽ ചെയ്യപ്പെട്ടു. എന്നാൽ പലപ്പോഴും മറ്റു ചിലർ അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണാത്ത ഭാവത്തിൽ, ആ റിക്വസ്റ്റ് കാണാത്ത ഭാവത്തിൽ വെക്കാറുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഒമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പ്രസ് ആയി പറയുന്ന വേർഡ്സിനെയാണ് ആക്ട് ഓർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലോയിഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഒമിഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരിക. അപ്പോൾ ഒരു ആക്ഷനിലൂടെയോ ഒരു ഒമിഷനിലൂടെയോ ഒരു പാർട്ടിക്ക് പ്രപ്പോസിങ്, ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ നടത്താമെന്നാണ് സെക്ഷൻ 3 പ്രകാരം പറയപ്പെടുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ്, റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ. ആദ്യത്തെ കോൺട്രാക്റ്റിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രപ്പോസലാണ്. ഒരു എഗ്രിമെന്റിന്റെയും കോൺട്രാക്റ്റിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രപ്പോസലാണ്. അപ്പോൾ ഒരു പ്രപ്പോസല് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇതിന് പ്രധാനമായും നമ്മൾ 2 കേസ് ലോസ് ആണ് പഠിക്കുന്നത്. നമുക്കത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി മെയ്ഡ് ടു ദി ഓഫർ ഓർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് മെയ്ഡ് ടു എ തേർഡ് പാർട്ടി പേഴ്സൺ ക്രിയേറ്റ്സ് നോ കോൺട്രാക്ട്. ഈ ഒരു കേസ് ലോയിൽ, ഇത് ബെന്റ്ലി എന്ന് പറയുന്ന ഒരു കേസ് ലോസിൽ വന്നിരിക്കുന്ന ഒരു ഡിക്റ്റേഷൻ ആണ്. ഈ കേസ് ലോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് ആക്സെപ്റ്റൻസ് വരികയാണെങ്കിൽ ആ പറയുന്ന ഒരു കോൺട്രാക്റ്റ് ആവുകയില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള തിയറി. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ എന്ന് പറയുന്നു. കോൺട്രാക്റ്റിൽ മൂന്നാമതായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റിന്റെ ഭാഗമാവാനോ കോൺട്രാക്റ്റിന്റെ പേരിൽ കേസ് കൊടുക്കാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പ്രിൻസിപ്പിളുമായി ഒത്തുചേർന്ന് വരുന്നതാണ് ഈ പറയുന്ന കേസ് ലോ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഓഫറിന്റെ കമ്മ്യൂണിക്കേഷൻ പോകുമ്പോൾ അത് ഓഫറിക്ക് തന്നെയാണ് അതിന്റെ ആക്സെപ്റ്റൻസ് പറയാനുള്ള അധികാര അവകാശങ്ങളുള്ളൂ. ആ ആക്സെപ്റ്റൻസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഓഫറിക്ക് പകരമായി ഓഫർ നിയോഗിക്കാത്ത ഒരു തേർഡ് പേഴ്സണ്
ആ പറയുന്ന കോൺട്രാക്റ്റിൽ ആക്സെപ്റ്റൻസ് പറയാനുള്ള അധികാര അവകാശങ്ങൾ ഇല്ലാത്തതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് അല്ല എന്നുള്ളതാണ് ബെന്റ്ലി എന്ന് പറയുന്ന ഈ കേസിൽ പറയപ്പെടുന്നത്. ഇനിയുള്ള കേസ് ലോ എന്ന് പറയുന്നത്, രണ്ടാമതായി പറയുന്ന കേസ് ലോ വളരെ പ്രധാനപ്പെട്ടതും സാധാരണഗതിയിൽ എല്ലാ എക്സാംസിനും കോൺട്രാക്ട് ലോവിന്റെ ഭാഗമായി ചോദിക്കാറുള്ള ഒരു കേസ് ലോയാണ്. സാധാരണഗതിയിൽ കേസ് സ്റ്റഡിയുമായിട്ട് ഇത് ചോദിക്കാറുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. എക്സ്പോഷർ ഓഫ് ഗുഡ്സ് ബൈ എ ഷോപ്പ് കീപ്പർ ഡസ് നോട്ട് amount ടു ഓഫർ ടു എ സെൽ. ഓൺ പിക്കിംഗ് ദ ഗുഡ്സ് it is an offer by the customer to buy and sale is not effected until the buyer's offer price is accepted by the shopkeeper. നമ്മളെല്ലാവരും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം പല പ്രോഡക്ട്സും പല രീതിയിൽ ഒരേ പ്രോഡക്ട്സ് പല വെറൈറ്റിയിൽ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പ്രോഡക്ട്സുകൾ എന്ന് പറയുന്നത് ഓഫർ ടു സെയിൽ എന്നുള്ളതല്ല, ഇൻവിറ്റേഷൻ ടു ഓഫറാണ് സാധാരണയായിട്ട് പ്രയോഗിക്കുന്നത്. എന്താണ് ഇൻവിറ്റേഷൻ ടു ഓഫറും ഓഫർ ടു സെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫർ ടു സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ ആ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുന്ന ഓഫറിനെയാണ് അവിടെ ഓഫർ ടു സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫർ ടു സെൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓഫർ ടു സെയിൽ എന്നും പറയാറുണ്ട്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച കാര്യം ആ പറയുന്ന വ്യക്തി മറ്റ് ഈ ഇൻവിറ്റേഷൻ വെച്ച ആൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടെൻഡറുകൾ നിങ്ങൾ പത്രത്തിലൊക്കെ ശ്രദ്ധിച്ച് കാണും. ആ ടെൻഡറുകളിൽ പബ്ലിക്കിന് വേണ്ടിയാണ് ആ ടെൻഡറുകളൊക്കെ ഇറക്കുന്നത്. അങ്ങനെ ആ ടെൻഡറുകൾ ഇറക്കുമ്പോൾ അതിൽ കുറേ പേര്, ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള ആൾക്കാരൊക്കെ അതിന് അപ്ലൈ ചെയ്തെന്ന് വരും. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും അതൊരു കോൺട്രാക്ട് ആക്സെപ്റ്റൻസ് ആയോ അല്ലെങ്കിൽ ഓഫറായിട്ട് കൂട്ടാറില്ല. അങ്ങനെ എടുക്കുന്ന ആ ടെൻഡറുകളിൽ നിന്ന് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ആ ഘടനയിലോട്ട്, കോൺട്രാക്റ്റിലോട്ട് കടക്കാനുള്ള ശേഷിയുള്ളൂ. അവിടെ പല കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഫുൾഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യപ്പെട്ട സമയത്ത് മാത്രമാണ് അവിടെ ഒരു കോൺട്രാക്ട് അറൈസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. നമ്മൾ കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ സ്റ്റുഡൻസ് വിസയ്ക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും മറ്റും നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവരൊരു ഓഫർ ലെറ്റർ തരും. ആ ഓഫർ ലെറ്ററിൽ 3-4 കണ്ടീഷൻസ് കാണും. അതിലൊന്ന് IELTS ബന്ധപ്പെട്ട മാർക്കായിരിക്കും. രണ്ടാമത്തത് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഇതായിരിക്കും. മൂന്നാമത്തത് അതിൻ്റെ ഫീസായിരിക്കും. അങ്ങനെ ഈ 3 കണ്ടീഷനുകൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓഫർ ലെറ്ററും തിരിച്ചയക്കുകയാണെങ്കിൽ അവർ അതിന് പകരം അൺകണ്ടീഷണൽ ലെറ്റർ എന്ന് പറഞ്ഞൊരു ലെറ്റർ സാധാരണ അയക്കാറുണ്ട്. അങ്ങനെ ആ അൺകണ്ടീഷണൽ ലെറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ എംബസിയിലൊക്കെ കാനഡയ്ക്കുള്ള സ്റ്റുഡൻസ് വിസ അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്കോ കാനഡയിലേക്കുള്ള വിദേശത്തേക്കുള്ള സ്റ്റുഡൻസ് വിസ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അൺകണ്ടീഷണൽ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യൻ എംബസിയും കനേഡിയൻ എംബസിയും, സാധാരണ കനേഡിയൻ എംബസിയാണ്, കനേഡിയൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ, അതിൻ്റെ കൺസേൺഡ് ആയ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തിൻ്റെ കൺസേൺഡ് ആയ എംബസികൾ ആ പറയുന്ന വ്യക്തിക്ക് സ്റ്റുഡൻസ് വിസ കൊടുക്കാറുള്ളൂ. അതിന് അൺകണ്ടീഷണൽ ലെറ്റർ കൂടിയേ തീരൂ. ആ അൺകണ്ടീഷണൽ ലെറ്ററിലോട് കൂടി ആ പറയുന്ന യൂണിവേഴ്സിറ്റി ഈ പറയുന്ന വ്യക്തിനെ ആ യൂണിവേഴ്സിറ്റിയിൽ ചേർത്തു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഒരു അഡ്മിഷൻ ആകുന്നില്ല. ആ ഓഫർ ലെറ്ററിൽ പറയുന്ന കണ്ടീഷൻസ് IELTS
മറ്റ് ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത ശേഷമാണ് അവർ അൺകണ്ടീഷണൽ ലെറ്റർ ഇടുന്നത്. അപ്പോഴാണ് ഒറിജിനൽ ഓഫർ വരുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അത് ഫുൾഫിൽ ചെയ്യാത്തോടത്തോളം കാലം ഇസ് ജസ്റ്റ് എ ജനറൽ ഓഫർ. അങ്ങനെ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തത് കൊണ്ട് അതൊരിക്കലും ഓഫർ ടു സെൽ ആവുന്നില്ല. ആ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ കൗണ്ടറിൽ പോയി അതിന് വാങ്ങാനുള്ള ആ വില നിങ്ങൾക്കറിയാം, ആ വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ ആ ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിലോട്ട് ആ പൈസ കൊടുക്കുന്ന നിമിഷമാണ് അവിടെ കോൺട്രാക്ട് ഫോം ആവുന്നത്. നമ്മൾ സെക്ഷൻ 2 ക്ലോസ് ഡി പഠിക്കുമ്പോഴേ ഞാൻ അന്ന് പഠിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മണി ഈസ് നോട്ട് എ കൺസിഡറേഷൻ എന്ന്. മണി എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്മതത്തിന് ഭാഗമായി നടക്കുന്ന പ്രവൃത്തിയാണ് എന്ന് ഞാൻ സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതായത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാണ് എന്നുള്ള നിങ്ങളുടെ മാനസികമായ സമ്മതത്തിൻ്റെ ഫിസിക്കൽ ഫോമാണ് നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നിങ്ങളത് പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി അറിയാം, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് വാങ്ങാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ കാണിക്കുന്നതിന് തുല്യമാണ് പൈസ നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആ പ്രവൃത്തി തന്നെയാണ് ഈ പറയുന്ന കേസ് ലോസിലും ഉണ്ടായിട്ടുള്ളത്. ഓൺ ദ പിക്കിംഗ് ഓഫ് ഗുഡ്സ് ഇറ്റ്സ് എൻ ഓഫർ ബൈ ദ കസ്റ്റമർ ടു ബൈ. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്ന നിമിഷം അത് വാങ്ങാനുള്ള താല്പര്യമാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ദ സെയിൽ ഈസ് നോട്ട് ഇഫക്റ്റഡ് അണ്ടിൽ ദ ബയേഴ്സ് ഓഫർ പ്രൈസ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. അതായത് ആ കൗണ്ടറിലിരിക്കുന്ന വ്യക്തി നിങ്ങൾ ആ പറയുന്ന പ്രോഡക്റ്റുമായി ആ കൗണ്ടറിലിരിക്കുന്ന വ്യക്തിയെ സമീപിക്കുകയും ഇതിന് ബില്ലടിക്കൂ എന്ന് പറയുകയും അതിനനുസരിച്ച് ബില്ലടിച്ച് ആ പൈസ വാങ്ങുന്നത് വരെ അവിടെ സെയിൽ നടക്കുന്നില്ല. ആ പൈസ വാങ്ങിച്ച ശേഷമാണ് അവിടെ സെയിൽ നടക്കുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ്. അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഓഫറുകളും വാല്യൂഡ് ഓഫറുകളല്ല, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഓഫറുകളുണ്ട് എന്നുള്ളതാണ്. ടെൻഡർ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷനാണ്. കോൺട്രാക്റ്റിലേക്കുള്ള ഇൻവിറ്റേഷൻ അല്ല, ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷൻ. സാധാരണ പരീക്ഷകളിലൊക്കെ വളരെ കൺഫ്യൂസ്ഡായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈവൻ ഈ പറയുന്ന എക്സാമ്പിൾ, ഈ കേസ് ലോയുടെ സർക്കംസ്റ്റാൻസ് സിനേറിയോ തന്നിട്ട് ഇത് ഓഫർ ടു സെല്ലാണോ, അല്ലെങ്കിൽ ഓഫർ ടു കോൺട്രാക്റ്റ് ആണോ, ഓഫർ ടു ഇൻവിറ്റേഷൻ ടു ഓഫർ ആണോ എന്നൊക്കെ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ഓഫർ ക്രിയേറ്റ് നോ റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻ. സ്വീകരിക്കപ്പെടാത്ത ഓഫറിൽ ഒരു തരത്തിലുള്ള അവകാശമോ ഒബ്ലിഗേഷനോ ഉണ്ടാവുന്നില്ല. വളരെ സത്യമായ ഒരു കാര്യമാണ് അല്ലേ. അതായത് നിങ്ങൾ ഒരു ഓഫർ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആ ഓഫറിന്റെ മുകളിൽ നിങ്ങൾക്കൊരു ബാധ്യത ഉണ്ടാവാറില്ല, ഒരു അവകാശവും ഉണ്ടാവില്ല. Offer to the whole world, a contract may arise only by the acceptance of the offer. ഇവിടെ ഇതിന്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ടെൻഡറുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പബ്ലിക്കിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓഫറിൽ ആ ഓഫറിൽ നിന്നൊരു ആക്സെപ്റ്റൻസ് വരുന്നു. ആരിൽ നിന്ന് വരണം? ആ കൊടുത്ത വ്യക്തിയിൽ നിന്ന് തന്നെ വരണം. മനസ്സിലായോ? കൊടുത്ത വ്യക്തിയിൽ നിന്നാണ് വരേണ്ടത്. അതായത് ഞാനാണ് ആ ടെൻഡർ പബ്ലിഷ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചത് കൊണ്ട് അതൊരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് ആവുന്നില്ല.
അത് നിങ്ങളുടെ സ്വീകാര്യതയല്ല അവിടെ കണക്കിലെടുക്കുന്നത്. നിങ്ങൾക്കത് ആ ടെൻഡർ നടത്താൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു ഓഫർ എന്നിലോട്ട് അയക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അയക്കുമ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്യണം. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ നടക്കുന്നത്. ഞാനൊരു ടെൻഡർ ഇറക്കുമ്പോൾ ആ ടെൻഡർ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് അതൊരു ഓഫർ ആവുന്നില്ല, ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ആവുന്നില്ല. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഓഫർ എനിക്ക് അയക്കുകയും അങ്ങനെയുള്ള ഓഫർ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇൻവിറ്റേഷൻ ടു ഓഫറും സാധാ ഓഫറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഇൻവിറ്റേഷൻ ടു ഓഫറിലേക്ക്. നമുക്ക് ഈ ഇൻവിറ്റേഷൻ ടു ഓഫർ 2 തരത്തിലാണ് നിൽക്കുന്നത്. പ്രപ്പോസൽ, ആക്സെപ്റ്റൻസ്. ആ 2 തരത്തിലും 2 ഡിവിഷൻ ആയിട്ടാണ് ഇത് എടുക്കുന്നത്. 2 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രപ്പോസറിന്റെ ഭാഗത്തു നിന്നും മറ്റൊന്ന് ആക്സെപ്റ്ററിന്റെ ഭാഗത്തു നിന്നും. സ്വാഭാവികമായി ഞാൻ അതിനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ വെൻ കംപ്ലീറ്റ്, പാർട്ട് 1. ഒരു പ്രപ്പോസൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ പാർട്ടിൽ പറയുന്നത്. ഈ ഭാഗം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത് സെക്ഷൻ 4 പ്രകാരമാണ്. സെക്ഷൻ 4 പ്രകാരം കമ്മ്യൂണിക്കേഷൻ ഓഫ് എ പ്രപ്പോസൽ ഈസ് കംപ്ലീറ്റ് when it comes to the knowledge of the person to whom it's made. സെക്ഷൻ 4ൽ പറയുന്നത് ഇങ്ങനെയാണ്: കമ്മ്യൂണിക്കേഷൻ ഓഫ് എ പ്രപ്പോസലിനുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു എപ്പോൾ ആ പറയുന്ന പ്രപ്പോസൽ, അതല്ലെങ്കിൽ ആ പറയുന്ന പ്രപ്പോസൽ എന്ന് പറയുന്ന അറിവ് ആർക്കാണോ കിട്ടേണ്ടത് അങ്ങേര് അറിയുമ്പോൾ. ഒരു എക്സാമ്പിൾ ഞാൻ അതിന് പറയാം. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു പ്രപ്പോസൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് വാട്സപ്പ് ഗ്രൂപ്പാണ്. വാട്സപ്പിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമുക്കെല്ലാവർക്കും വാട്സപ്പിൻ്റെ ഒരു ഘടന നമുക്കെല്ലാവർക്കും അറിയാം. വാട്സപ്പിൽ നിന്നൊരു മെസ്സേജ് വിടുമ്പോൾ ആ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ നിന്ന് പുറപ്പെട്ട് കഴിയുമ്പോൾ അതിനൊരു ടിക്ക് കാണാം. ഒരു റൈറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടിക്ക് ഫോം കാണാം. അത് കഴിഞ്ഞ് ആ പറയുന്ന മെസ്സേജ് നമ്മൾ ആർക്കാണോ അയച്ചത് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ എത്തുമ്പോൾ വീണ്ടും ഒരു ടിക്ക് കാണാം. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ ആ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ ആ 2 ടിക്കിലും ഒരു ലൈറ്റ്, ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു നീല വെളിച്ചമോ അല്ലെങ്കിൽ ഒരു ഇത് കാണാൻ കഴിയും. ഈ 3 പ്രവൃത്തിക്കും അതിൻ്റെതായ അർത്ഥമുണ്ട്. ഒന്നാമത്തെ ടിക്ക് സൂചിപ്പിക്കുന്നത് ആ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് പോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ ടിക്ക് സൂചിപ്പിക്കുന്നത് ആ മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മൊബൈലിൽ എത്തി എന്നുള്ളതാണ്. മൂന്നാമത്തെ ആ 2 ടിക്കിലും പ്രകാശിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഒരു നീല വെളിച്ചം ഇലുമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പറയുന്ന മെസ്സേജ് ആ പറയുന്ന വ്യക്തി വായിച്ചു നോക്കി എന്നാണ്. ഇതാണ് വാട്സപ്പിൻ്റെ ഒരു ഘടന. ഇതേ പ്രോസസ്സാണ് ഇതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 4 പ്രകാരം നമ്മൾ നോക്കുമ്പോൾ when it comes to the knowledge of the person to whom it made, ആർക്കാണോ ആ മെസ്സേജ് കൊടുക്കേണ്ടത് ആ പറയുന്ന വ്യക്തിക്ക് അറിവിലോട്ട് അത് വരണം. അങ്ങനെ അറിവിലോട്ട് വരണമെങ്കിൽ വാട്സപ്പിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് കിട്ടിയാൽ പോരാ, 2 റൈറ്റ് കിട്ടിയാൽ പോരാ, 2 റൈറ്റിലും പ്രകാശം വരണം, അതിൽ ഇലുമിനേറ്റ് ചെയ്യണം എന്നുള്ള ആ സംഗതിയാണ് ഇവിടെ വേണ്ടത്. അപ്പോഴാണ് സെക്ഷൻ 4 പ്രകാരമുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ പൂർണ്ണമാകുന്നു. ടു ഹൂം ഇറ്റ്സ് മെയ്ഡ്, സാധാരണ പ്രോമിസർ ആയിരിക്കും ഒരു പ്രപ്പോസൽ അയക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് സിയിൽ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്.
അതേ സെക്ഷനിൽ തന്നെ പ്രോമിസി ഇൻറ്റൻഡിങ് ആക്സെപ്റ്റർ എന്ന് പറയാൻ കാരണം ഒരു പ്രോമിസിയെ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തെ പ്രോമിസി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻറ്റൻഡിങ് ആക്സെപ്റ്റർ എന്ന് ഞാൻ അതിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രപ്പോസല് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് പ്രോമിസർ ഓർ പ്രോമിസി എന്ന് വിളിക്കാനുള്ള ഒരു അധികാരം നമ്മൾ കോൺട്രാക്ട് ആക്ട് പ്രകാരമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അതേ വിളിക്കുന്നേക്കാളും മുമ്പുള്ള ഒരു വേർഡിംഗ് ആണ് ഇൻറ്റൻഡിങ് ആക്സെപ്റ്റർ, അതായത് ഉദ്ദേശിച്ചിരിക്കുന്ന ആളെന്ന് ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രോമിസി എന്ന് പറയുന്ന വ്യക്തിക്കാണ് സാധാരണ whom to it made എന്ന് പറയുന്ന ആ വേർഡിൻ്റെ ഇതായിട്ട് പറയുന്നു. പ്രോമിസിയാണ് സാധാരണഗതിയിൽ അതിൽ വരുന്നത്. നോളേജ് അബൌട്ട് ദ പ്രപ്പോസൽ. നോളേജ് അബൌട്ട് ദ പ്രപ്പോസൽ എന്ന് പറയുന്ന നോളേജ് എന്ന് പറയുന്നത് അബൌട്ട് ദ പ്രപ്പോസൽ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അയക്കുന്ന എന്താണ്, എ പ്രപ്പോസൽ ഈസ് കംപ്ലീറ്റ് എന്ന് പറയുന്ന സെക്ഷൻ 4 പ്രകാരം പ്രപ്പോസൽ എന്ന് പറയുന്നത് ആ പ്രപ്പോസൽ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ്. ഇവിടെ നോളേജ് എന്ന് ഉദ്ദേശിക്കുന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രപ്പോസലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രപ്പോസലാണല്ലോ അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ പ്രപ്പോസൽ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള അറിവിൽ വരണം. ഇത് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഘടനയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി ഒന്ന് സെക്ഷൻ 4 മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ടിക്ക് വരുമ്പോൾ ദ മെസ്സേജ് സെൻഡ് ടു വാട്സപ്പ് സെർവർ. ഓക്കെ, അതായത് നിങ്ങളുടെ ആ പറയുന്ന മൊബൈലിൽ നിന്ന് ആ മെസ്സേജ് പുറപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സാരം. സെർവർ എന്ന് പറയുന്നത് സത്യത്തിൽ തേർഡ് പേഴ്സൺ ആണ്. നിങ്ങളുടെ മെസ്സേജ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ എവിടെയെങ്കിലോ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണത് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ബിൽഡിംഗ് ഒക്കെ തന്നെയായിരിക്കും, കുറേ കമ്പ്യൂട്ടറുകളൊക്കെ അതിൻ്റെ അകത്തിരിക്കുന്നുണ്ടാവും. അതാണ് സാധാരണ സാറ്റലൈറ്റിലോട്ടും നിങ്ങളുടെ മൊബൈലിലോട്ടൊക്കെ കണക്ഷൻ ഫീച്ചേഴ്സ് വരുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മൊബൈലിൽ നിന്ന് സെക്ഷൻ 4 പ്രകാരം ഒരു മെസ്സേജ് വാട്സപ്പിലൂടെ പോവുകയാണെങ്കിൽ അതൊരു ടിക്കിലൂടെ മാത്രമല്ല, ഒരു ടിക്ക് കിട്ടിയാൽ പോരാ, അതിൻ്റെ അടിയിൽ കാണുന്ന 2 ടിക്കുകൾ കാണാം. മെസ്സേജ് ഡെലിവർ ടു റിസിപ്റ്റൻസ് ഫോൺ, അതായത് പ്രോമിസിയുടെ ഫോണിലോട്ട് ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആ 2 ടിക്ക് എന്ന് പറയുന്നത്. നാലാമത്തെ സിമ്പിളായി അവിടെ കാണിക്കുന്നത് 2 ടിക്കിലും ഒരു ലൈറ്റ് ഫോം ചെയ്യുകയും ഒരു ബ്ലൂ കളറിലുള്ള ലൈറ്റ് ഫോം ചെയ്യും. അതായത് ആ പറയുന്ന വ്യക്തി ആർക്കാണോ നിങ്ങൾ ആ മെസ്സേജ് അയച്ചത്, ആ പറയുന്ന വ്യക്തി നിങ്ങൾ അയച്ച മെസ്സേജ് കണ്ടു എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ആ 4 എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ സെക്ഷൻ 4 പ്രകാരം നോക്കുമ്പോൾ ഈ ഒരു 3 പ്രവൃത്തികൾ ഉണ്ടായാലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ വാട്സപ്പിൻ്റെ ഈ എക്സാമ്പിൾ എടുത്തത്. സത്യത്തിൽ ഇത് റെക്കഗ്നൈസ്ഡ് ആയ ഒരു എക്സാമ്പിൾ അല്ല. ഇത് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും എക്സാമിന് എഴുതി വെക്കരുത്, കാരണം ഇത് റെക്കഗ്നൈസ്ഡ് ആയ എക്സാമ്പിൾ അല്ല, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയ എക്സാമ്പിൾ അല്ല. പകരം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാകുവാൻ, എന്താണ് സെക്ഷൻ 4 എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ എക്സാമ്പിൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെക്ഷൻ 4 എന്ന് പറയുന്ന ഈ ഭാഗം ഒരു ലെറ്റർ ഫോമിലാണ് പോകുന്നെങ്കിലോ, അതായത് ഒരു പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഈ പ്രപ്പോസൽ പോകുന്നതെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഓഫർ ലെറ്റർ ബി എന്ന് പറയുന്ന സുഹൃത്തിന് ഒരു പോസ്റ്റ് ബോക്സ് വഴിയാണ് പോകുന്നത്. നിങ്ങൾ എങ്ങനെ അറിയും അദ്ദേഹത്തിന് ആ പറയുന്ന ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളത്? വാട്സപ്പിലുള്ള 2 റൈറ്റ് കിട്ടലും പിന്നെ ആ വെളിച്ചം വന്നാലും മതി. പക്ഷേ ഒരു പോസ്റ്റ് ഓഫീസിൽ എങ്ങനെ വരും? അതാണ് നമ്മുടെ പഴയ ട്രഡീഷണൽ മെത്തേഡായ എക്നോളജ്മെന്റ് ഫോം വരുന്നത്. സാധാരണ രജിസ്റ്റേർഡ് കത്തുകളിലാണ് ഈ സംഭവം കാണുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ, നിങ്ങളൊരു ലെറ്റർ, നിങ്ങളുടെ ഓഫർ ലെറ്റർ പോസ്റ്റിലൂടെ അയക്കുമ്പോൾ ആ ഓഫർ ലെറ്റർ അവിടെ റിസീവ് ചെയ്യുന്ന സമയം ഇതിവിടെ റിസീവ് ആയി എന്നുള്ള ആ കാര്യം എഴുതിക്കൊണ്ട്
തിരിച്ച് നമുക്ക് തന്നെ ഒരു ലെറ്റർ വരും. അതാണ് അക്നോളജ്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. സാധാരണ രജിസ്റ്റേർഡ് പോസ്റ്റുകളെല്ലാം ഇത് കൃത്യമായിട്ട് കാണാം. ഇതാണ് സാധാരണഗതിയിൽ ട്രഡീഷണലായിട്ട്, വളരെ ട്രഡീഷണലായി നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന IT വരുന്നതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണിത്. ഒരു അക്നോളജ്മെന്റ്, അതായത് നമ്മുടെ മെസ്സേജ് അവിടെ എത്തി എന്നുള്ളതിന് നമുക്ക് തിരിച്ച് വരുന്ന ഒരു ലെറ്റർ, ഒരു എവിഡൻസ്. സാധാരണ എവിഡൻസ് ആക്ട് പ്രകാരമൊക്കെ വളരെ മൂല്യമുള്ള ഒരു കാർഡാണ്. സാധാരണ ലെറ്റർ, ഒരു ഒഫീഷ്യൽ ലെറ്ററോ അല്ലെങ്കിൽ ലീഗൽ നോട്ടീസോ ഒക്കെ പോകുമ്പോൾ, രജിസ്റ്റേർഡ് നോട്ടീസൊക്കെ ഒക്കെ പോകുമ്പോൾ ആ പറയുന്ന സംഭവം അവിടെ എത്തി എന്നുള്ളത്, നോട്ടീസ് അവിടെ എത്തി എന്നുള്ളതിൻ്റെ രേഖയാണ്. അതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ സാക്ഷിയാക്കി നിൽക്കുന്ന ഒരു രേഖയാണ് ഈ അക്നോളജ്മെന്റ് കാർഡ്. ഇതും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്. എപ്പോഴാണ് ആക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ആ ഒരു കാര്യവും സെക്ഷൻ 4 തന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ. അപ്പോൾ ആക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ 2 തരത്തിലാണ് വരുന്നത്. ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ, ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ. സാധാരണഗതിയിൽ എല്ലാ സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഭാഗമാണിത്. വളരെയധികം, പ്രത്യേകിച്ച് കോൺട്രാക്ട് ലോ സ്റ്റുഡൻസിന്, അവർക്ക് സാധാരണഗതിയിൽ വളരെയധികം കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. സെക്ഷൻ 4 of Indian contract says that as against proposer, when it is put in the course of transmission to him. നമുക്ക് ആ വേർഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ, അതായത് പ്രപ്പോസർ ആരാണ്? സെക്ഷൻ 2 ക്ലോസ് C പ്രകാരം പ്രപ്പോസർ എന്ന് പറയുന്ന ആ പ്രപ്പോസൽ കൊടുക്കുന്ന വ്യക്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? when it put in the course of ട്രാൻസ്മിഷൻ, അതായത് ആ പറയുന്ന സംഭവം കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിൽ എത്തുമ്പോഴാണ് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസറിന്റെ ഇതിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഹാസ് ടു ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് ദ ആക്സെപ്റ്റർ. നമുക്കിതിൻ്റെ ഒരു അർത്ഥം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്കൊരു പ്രപ്പോസൽ ലെറ്റർ, കമ്പനിയുടെ പ്രപ്പോസൽ ലെറ്റർ കിട്ടി എന്ന് പ്രതീക്ഷിക്കുക. അത് ആക്സെപ്റ്റൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ വീണ്ടും ഒരു ഒഫീഷ്യൽ ലെറ്റർ അയച്ചു. അത് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ, ആ പോസ്റ്റ് ബോക്സിൽ ഇടുന്ന ആ നിമിഷം അവിടെ പ്രപ്പോസറിനുള്ള ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങളത് പോസ്റ്റ് ഓഫീസിൽ ഇടുന്ന നിമിഷം. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോസ്റ്റ് ആണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പിടിച്ചു നിർത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ നിയമം പറയുന്നത് ഒരു ആക്സെപ്റ്റർ ആ പറയുന്ന പോസ്റ്റിലോട്ട് അത് ഇടുമ്പോൾ ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർക്ക് ഉള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയെന്നാണ് പറയുന്നത്. ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. സാധാരണ രീതിയിൽ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതിൻ്റെ വേർഡ് നോട്ടീസോ അല്ലെങ്കിൽ എനി അതർ കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഇപ്പം നമ്മുടെ വാട്സപ്പിൽ തന്നെ എടുത്തേക്കാം. വാട്സപ്പിൽ നിങ്ങൾക്കൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ ആ ഓഫറിന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ക്ലിക്ക് ചെയ്യുകയും സെൻഡ് ചെയ്യുന്ന ബട്ടണിൽ നിന്ന് പോവുകയും ആ സെൻഡ് ചെയ്യുന്ന ബട്ടണിൽ നിന്ന് നിങ്ങളുടെ ആ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് പുറപ്പെട്ടുന്ന ആ നിമിഷം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ഹാസ് ടു ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് ദ ആക്സെപ്റ്റർ. നിങ്ങളത് വിടുമ്പോൾ നിങ്ങൾക്ക് അവിടെ വോയിസ് ഇല്ല, അല്ലേ? നിങ്ങൾക്ക് അതിനുള്ളിൽ അവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങളില്ല, തടയാനോ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് നിയമം അത് അംഗീകരിക്കുന്നത്. ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ when it comes to the knowledge of the proposer. പക്ഷേ ഈ മെസ്സേജ് വിട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്?
മെസ്സേജ് വിട്ടിരിക്കുന്ന വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിട്ടിരിക്കുന്ന മെസ്സേജ് പ്രപ്പോസറിന്റെ നോളേജിൽ വരുമ്പോൾ മാത്രമാണ് ആക്സെപ്റ്റൻസിന്റെ അല്ലെങ്കിൽ ആക്സെപ്റ്ററിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. നേരത്തെ പറഞ്ഞത് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ എന്നാണ്. ആക്സെപ്റ്റൻസ് മെസ്സേജ് ആക്സെപ്റ്ററിൽ നിന്ന് ആ പറയുന്ന മീഡിയയിലോട്ട് ഇടുമ്പോൾ പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നാൽ ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന മെസ്സേജ് പ്രപ്പോസറിന്റെ നോളേജിൽ വരുമ്പോൾ, അറിവിൽ വരുമ്പോൾ മാത്രമാണ് അത് ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു ഭാഗമാണ് സത്യത്തിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് അത്? വളരെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ അങ്ങനെ പറയുന്നു. അപ്പോ ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ എന്ന് പറയുമ്പോൾ ആ പ്രപ്പോസർ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ പ്രപ്പോസർ അല്ല, ആക്സെപ്റ്റൻസ് പറയുന്ന വ്യക്തി ആ പറയുന്ന ലെറ്റർ പോസ്റ്റിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതിന്റെ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് പുറപ്പെട്ട് പ്രപ്പോസറിന്റെ കയ്യിലോട്ട് എത്തുക എന്നുള്ളതാണ് പിന്നെയുള്ള സ്റ്റേജ്. അങ്ങനെ ആ സ്റ്റേജും കടന്ന് ആ ലെറ്റർ, ആ ആക്സെപ്റ്റൻസ് ലെറ്റർ പ്രപ്പോസറിന്റെ കയ്യിലെത്തുമ്പോൾ അത് അദ്ദേഹം വായിച്ചു നോക്കുമ്പോഴാണ് ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്ററിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഞാനിത് നേരത്തെ കാണിച്ചു തന്നതാണ്. എന്നാലും നമ്മൾ ഈ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷന്റെ ആ ഒരു ഘടന ഒന്നുകൂടി പഠിക്കാനാണ് ഞാൻ പിന്നെ ഇതൊന്നുകൂടി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങൾക്കൊരു മെസ്സേജ് വന്നു, ഒരു പ്രപ്പോസൽ മെസ്സേജ് വന്നു, അതിന് നിങ്ങളൊരു ആക്സെപ്റ്റൻസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോ ആ കൊടുക്കാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആ മെസ്സേജ് ആ പറയുന്ന മീഡിയയിൽ അയക്കുന്ന നിമിഷം. അപ്പോൾ വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിലൂടെ അയക്കുകയാണെങ്കിൽ ഒരു ടിക്ക് മതി, ധാരാളം. അതേസമയം ആക്സെപ്റ്റർ, അതായത് പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം ഒരു ടിക്ക് മതി, ധാരാളം. ക്ഷമിക്കണം, പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം 2 ടിക്ക് വേണം. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് വായിച്ചു നോക്കി എന്നുള്ള ആ തെളിവും വേണം. അപ്പൊ പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിൽ നടന്നു കഴിഞ്ഞാൽ പ്രപ്പോസറിനെതിരെയുള്ള ആ ആക്സെപ്റ്റൻസ് നടന്നു കഴിഞ്ഞു. ആ പറയുന്ന മെസ്സേജ് പ്രപ്പോസർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആക്സെപ്റ്ററിന്റെ രീതിയിലുള്ള ആ ആക്സെപ്റ്റൻസും നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സാരം. ഇതിന്റെ ഈ ഒരു എക്സാമ്പിള്, വാട്സപ്പ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും ഒരു ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി എക്സാമ്പിൾ അല്ല, സിലബസ് എക്സാമ്പിൾ അല്ല, അത് ഓർക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദ പ്രപ്പോസർ. അപ്പോൾ നോളേജ് ഓഫ് ദ പ്രപ്പോസറിന്റെ അടുത്ത് വരുമ്പോഴാണ് ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് നടക്കുന്നത്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റിവോക്കേഷൻ എന്ന് പറയുന്നത് നിരസിക്കുക, അല്ലെങ്കിൽ ആ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നിരസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതും സെക്ഷൻ 4 തന്നെയാണ് ഇതിനെപ്പറ്റിയും പറയുന്നത്. അപ്പോ ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ, ആസ് പെർ സെക്ഷൻ 4 of Indian Contract Act, as against the person who makes it, as against the person who makes it, when it is put into a course of transmission, the person whom it made, so it is out of the power of the person who makes it. അപ്പോൾ
ഇതാണ് സെക്ഷൻ 4 പ്രകാരം റിവോക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയും. നമുക്കിതൊന്ന് കൂടുതലായിട്ട് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ദ പേഴ്സൺ ഹൂ മേക്സ് ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുക. പക്ഷെ നിങ്ങൾക്ക് ആ ഓഫർ ലെറ്റർ അതിനോട് താല്പര്യമില്ല. നിങ്ങൾക്കത് റിവോക്ക് ചെയ്യാനാണ് താല്പര്യം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിനെ റിവോക്ക് ചെയ്യാനുള്ള ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുകയും അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പറയുന്ന ലെറ്റർ പോസ്റ്റ് ഓഫീസിലിടുന്ന ആ നിമിഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതാണ് ഇതിൽ പറയാനുള്ളത്. കാരണം നിങ്ങൾ ആ പോസ്റ്റ് ഓഫീസിലിടുന്ന നിമിഷം പിന്നെ അത് നിങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. അത് പോസ്റ്റ്മാൻ റീച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ നടത്തേണ്ട കാര്യമായതുകൊണ്ടാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ ബാധകമല്ലാത്ത ഒരു കാര്യം. നിങ്ങളത് പോസ്റ്റ് ഓഫീസിലിട്ടുന്ന ആ നിമിഷം അത് കംപ്ലീറ്റ് ആയി, റിവോക്കേഷൻ നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ എനി കമ്മ്യൂണിക്കേഷൻ മീഡിയ, അതായത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയയിലും ഇത് സാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ടു ദ പേഴ്സൺ ഹു മേക്സ് ഇറ്റ്, സാധാരണ പ്രോമിസി ഓർ ഇൻറ്റൻഡിങ് ആക്സെപ്റ്റർ, അതായത് ഒരു ഓഫർ ആർക്കാണോ കൊടുക്കുന്നത് ആ കൊടുക്കാൻ വിട്ട വ്യക്തിയാണല്ലോ സാധാരണ റിജക്ഷൻ വരാറ്. നിങ്ങളൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ ആർക്കാണോ അത് അയച്ചത് ആ പറയുന്ന വ്യക്തി റിജക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ റിവോക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രോമിസി എന്ന് അല്ലെങ്കിൽ ഇൻറ്റൻഡിങ് ആക്സെപ്റ്റർ എന്ന് പറയാൻ കാരണം. പ്രോമിസി എന്ന് പറയാനായിട്ട് നമുക്കിവിടെ പറ്റില്ല. കാരണം ആ പ്രോമിസിയുടെയും ഡെഫിനിഷനിൽ പറയുന്ന പേഴ്സൺ ഹു ആക്സെപ്റ്റ് ഇറ്റ്, പേഴ്സൺ ഹു ആക്സെപ്റ്റ് ദ ഓഫർ ഈസ് കോൾഡ് പ്രോമിസി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോമിസി എന്നുള്ള വേർഡ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, ആ പറയുന്ന വ്യക്തിനെ ആ വേർഡ് സെക്ഷൻ 2 ക്ലോസ് സിയിലാണ് അത് വളരെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ്. സെക്ഷൻ 2 ക്ലോസ് സിയിൽ ദ പേഴ്സൺ ഹു മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസർ, ദ പേഴ്സൺ ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസി. ദ പേഴ്സൺ ആക്സെപ്റ്റിംഗ്, ഒരു വ്യക്തി സ്വീകരിക്കുന്ന, ഒരു ഓഫർ സ്വീകരിക്കുന്ന ആ വ്യക്തിനെയാണ് നമ്മൾ പ്രോമിസി എന്ന് പറയുന്നു, അല്ലേ? ഒരു ഓഫർ സ്വീകരിക്കുന്ന ആ വ്യക്തിനെയാണ് പ്രോമിസി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ പറയുന്ന ഓഫർ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ റിജക്റ്റ് ചെയ്യുന്ന ആ പ്രവൃത്തിനെ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന ആ ആളെ നമ്മൾക്ക് ഒരിക്കലും പ്രോമിസി എന്ന് വിളിക്കാൻ സാധിക്കില്ല, നിയമപരമായിട്ട് വിളിക്കാൻ സാധിക്കുകയില്ല. കാരണം സെക്ഷൻ 2 ക്ലോസ് സി പ്രകാരം ദ പേഴ്സൺ ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ എന്നാണ് പറഞ്ഞത്. ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിനെ മാത്രമാണ് പ്രോമിസി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തിനെ ഒരിക്കലും പ്രോമിസി എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻറ്റൻഡിങ്, അതായത് ഉദ്ദേശിച്ച വ്യക്തി എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് സബ്ഡിവൈഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിൽ റിവോക്കേഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ റിവോക്കേഷൻ ലെറ്റർ ഇടുന്ന നിമിഷം നിങ്ങളിൽ നിന്ന് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആയി. എന്നാൽ ആർക്ക് വേണ്ടിയാണോ അത് കൊടുത്തത്, ആർക്ക് വേണ്ടിയാണോ അത് അയച്ചത്, ആ പറയുന്ന വ്യക്തിയുടെ അറിവിലോട്ട് വരുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ വായിച്ചു നോക്കുന്ന ആ നിമിഷം മാത്രമാണ് ആ പറയുന്ന റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി പാർട്ട് 2, കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ വെൻ കംപ്ലീറ്റ്, ദ പേഴ്സൺ ഹൂം ഇറ്റ്സ് മെയ്ഡ്. ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? when it comes to the knowledge of the person. ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത് ആ വ്യക്തി അത് അറിയപ്പെടുമ്പോഴാണ് ഈ റിവോക്കേഷൻ ഉണ്ടാവുന്നത്. അത് സാധാരണ അക്നോളജ്മെന്റ് കാർഡിലോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയുള്ള അതിലോ ആയിരിക്കും സാധാരണ വരാറ്. റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ്.
എങ്ങനെയാണ് ഒരു റിവോക്കേഷനും റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ് നടക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 5 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 5 പ്രകാരം എ പ്രപ്പോസൽ മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. ഒരു പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം ഒരു റിവോക്കേഷൻ എങ്ങനെ ഏത് നിമിഷം വേണമെങ്കിലും അത് പിൻവലിക്കാം. ഏത് സന്ദർഭത്തിൽ? കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ. അപ്പോൾ ഒരു എക്സാമ്പിള് നമുക്കതിന് വേണ്ടി പറയാം. നിങ്ങളൊരു റിവോക്കേഷൻ ലെറ്റർ അയച്ച് പിന്നീട് നിങ്ങൾക്ക് മനംമാറ്റം ഉണ്ടാവുകയാണ്, അത് വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ പറയുന്ന ലെറ്റർ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിലൂടെ കടന്ന് ആ പറയുന്ന വ്യക്തിയുടെ, നിങ്ങൾ ആർക്കാണോ അയച്ച് ആ വ്യക്തിയുടെ കയ്യിലെത്തുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്കത് പിൻവലിക്കാൻ സാധിക്കുകയാണെങ്കിൽ then it became revoked എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന കോഴ്സ് നോളജിലോട്ട് ആ പറയുന്ന കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ തടയാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആ റിവോക്കേഷൻ പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത്. ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്. അതായത് കോഴ്സ് ഓഫ് ട്രാൻസ്മിഷന് സംഭവിച്ചു, അത് ആ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ കടന്ന് ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിയമം പറയുന്നത്. വൺസ് communication of its acceptance is complete, a proposal could not be revoked. നമുക്ക് ഒന്നുകൂടിയും അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്, പക്ഷേ നമ്മൾ അയക്കേണ്ട വ്യക്തി മാറിപ്പോയി. അപ്പോൾ നമ്മൾ ആ മെസ്സേജ് അയച്ച് അതിൽ ആദ്യത്തെ ടിക്ക് വീണ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആ മെസ്സേജ് സെലക്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ മെസ്സേജ് കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിലൂടെ കടന്നു പോകുന്നതിനേക്കാളും മുമ്പ് അത് റിവോക്ക് ചെയ്യണം. അപ്പോൾ ആ മെസ്സേജ് അതേസമയം ആ മെസ്സേജ് അയച്ച് 2 ടിക്കുകൾ വീഴുകയും ആ ലൈറ്റ് അദ്ദേഹം അത് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രപ്പോസൽ റിവോക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. വാട്സപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ ഉള്ള സംഭവമാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ബോക്സിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന സംഭവം കോഴ്സ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറപ്പെട്ട് ആർക്കാണോ അത് അയച്ചത് ആ പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ് ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്കത് പിൻവലിക്കാൻ സാധിക്കും. പക്ഷെ വൺസ് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുകയില്ല എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ, proposal may be revoked at any time before the communication of its acceptance complete. ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന മുമ്പുള്ള ഏത് നിമിഷവും നമുക്കത് പിൻവലിക്കാനുള്ള അധികാര അവകാശങ്ങളുണ്ട്. റിവോക്കേഷൻ ഹൗ മെയ്ഡ്, എങ്ങനെയാണ് റിവോക്കേഷൻ നടത്തേണ്ടത്? സെക്ഷൻ 6 ആണ് റിവോക്കേഷനെ പറ്റി പറയുന്നത്. സാധാരണഗതിയിൽ റിവോക്കേഷൻ 4 തരത്തിലാണ് നിയമം അനുവദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. സാധാരണ നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ വിടുന്ന നോട്ടീസൊക്കെ റിവോക്കേഷന് ഉപയോഗിക്കാവുന്ന ഒരു മീഡിയയാണ്. ബൈ ദ ലാപ്സ് ഓഫ് ടൈം പ്രിസ്ക്രൈബ് ഇൻ സച്ച് പ്രപ്പോസൽ ഫോർ ദ ആക്സെപ്റ്റൻസ്. ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത് സമയപരിധിക്ക് ശേഷമുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 2 തരത്തിൽ നടക്കും. ലാപ്സ് ഓഫ് ടൈമിൻ്റെ ഒരു ട്രിക്കി ഏരിയയാണ് ഈ ഭാഗം. ഇപ്പോൾ ഒരു ലെറ്റർ നിങ്ങൾ അയക്കുകയാണ്, ഒരു AB എന്ന് പറയുന്ന വ്യക്തിക്ക് ലെറ്റർ അയച്ചു. ആ ലെറ്ററിൽ ഇങ്ങനെ ഒരു ക്ലോസ് എഴുതിയിട്ടുണ്ട്, 10 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിവോക്കേഷൻ ലെറ്റർ വന്നിട്ടില്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും എന്നാണ് ആ ക്ലോസ് എങ്കിൽ 10 ദിവസത്തിനുള്ളിൽ റിവോക്കേഷൻ ലെറ്റർ വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്റ്റ് അലൈവ് ആവും. അതേസമയം അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. 10 ദിവസത്തിന് ശേഷം
ഇതിൻ്റെ ആക്സെപ്റ്റൻസ് എത്തിയില്ലെങ്കിൽ ഈ കോൺട്രാക്ട് നിലനിൽക്കുന്നല്ല എന്നുള്ളതാണ് ക്ലോസ് എങ്കിൽ 10 ദിവസത്തിന് ശേഷം ആ കോൺട്രാക്ട് നിലനിൽക്കുകയില്ല. വളരെ ട്രിക്കിയായ ഒരു ഭാഗമാണ് ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ 2 വേർഷൻ. ഇനി മൂന്നാമത്തെ ഒരു വേർഷനും കൂടിയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ഇൻവിറ്റേഷൻ്റെ പോലെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ സാധാരണ അത് ക്യാൻസൽ ചെയ്യാറുണ്ട്. പലരും അത് ക്യാൻസൽ ചെയ്യും. പക്ഷെ വേറെ ചിലവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ മടിയുള്ളവർ അത് വെറുതെ ഇടും. അത് കാലങ്ങളോളം അങ്ങനെ കിടക്കും. കാലങ്ങളോളം അതങ്ങനെ ആ കൺഫർമേഷന് വേണ്ടി ഇങ്ങനെ കിടക്കും. അങ്ങനെയും ചെയ്യുന്നതും ലാപ്സ് ഓഫ് ടൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം സത്യത്തിൽ മൂന്ന് വേർഷൻ ഉണ്ട്. ഒന്ന് ആക്സെപ്റ്റൻസ് ചെയ്യാനുള്ള സമയപരിധി, മറ്റൊന്ന് റിവോക്കേഷൻ ചെയ്യാനുള്ള സമയപരിധി, മറ്റൊന്ന് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇടുന്ന ഒരു സമയപരിധി. അപ്പോൾ ആക്സെപ്റ്റൻസ് അത് കോൺട്രാക്റ്റിലൊക്കെ അല്ലെങ്കിൽ കമ്പനീസിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. സാധാരണഗതിയിൽ അങ്ങനെ വല്ല ക്ലോസ്, സ്പെഷ്യൽ ക്ലോസ് ആ നോട്ടീസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ 10 ദിവസത്തിനുള്ളിൽ റിവോക്കേഷൻ ലെറ്റർ വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്ട് ലൈവായി മാറും. അതേസമയം ഈ ക്ലോസ് ഇങ്ങനെയാണ്, 10 ദിവസത്തിനുള്ളിൽ ആക്സെപ്റ്റൻസ് ലെറ്റർ വന്നിട്ടില്ലെങ്കിൽ അത് റിവോക്കായി മാറും. അതങ്ങനെ ഒരു ഇൻ്റർചേഞ്ചിങ് ആയ ഒരു ട്രിക്കി ഒരു ക്ലോസ് ആണ് സാധാരണ. അടുത്തതായി ബൈ ഫെയിലിയർ ഓഫ് ഫുൾഫിൽ എ കണ്ടീഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കനേഡിയൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വിസയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. ഓഫർ ലെറ്റർ വന്നതുകൊണ്ട് മാത്രം അവിടെ ഒരു ആക്സെപ്റ്റൻസ് നടക്കുന്നില്ല. ഓഫർ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങൾ IELTS മറ്റ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് അവിടെ അൺകണ്ടീഷണൽ ലെറ്റർ, അതായത് യഥാർത്ഥ ഓഫർ ലെറ്റർ വരികയുള്ളൂ. നാലാമത്തെ കാര്യം ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി. മരണം, ഇപ്പോൾ പ്രപ്പോസൽ അയച്ചിരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അത് ആർക്കാണോ അയക്കപ്പെട്ടത് ആ വ്യക്തിയോ മരിക്കുകയോ ബുദ്ധിഭ്രമം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇൻസാനിറ്റി എന്ന് പറയുന്നത് അതാണ്. ബുദ്ധിഭ്രമം സംഭവിക്കുക അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയാണ് റിവോക്കേഷൻ ലീഗലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 4 കാര്യങ്ങളിലല്ലാതെ നടക്കുന്ന ഏതൊരു റിവോക്കേഷനും വോയിഡ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രപ്പോസൽ ഇൻ ടു പ്രോമിസ്. കോൺട്രാക്ട് ആക്ടിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിലും ആദ്യത്തെ വീഡിയോകളിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഒരു പ്രോമിസിൽ നിന്നാണ് ഒരു എഗ്രിമെൻ്റ് വരുന്നത്. ആ എഗ്രിമെൻ്റ് ലീഗലി ആവുമ്പോഴാണ് അവിടെ കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. ഒരു പ്രപ്പോസല് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന മാർഗം കൺസിഡറേഷൻ, ആ കൺസിഡറേഷനും ആക്സെപ്റ്റൻസും കൂടി ചേരുമ്പോഴാണ് അവിടെ പ്രോമിസ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രപ്പോസൽ പ്രോമിസായി മാറുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 7 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 7, in order to convert a proposal into a promise, the acceptance must be absolute and unqualified. അതായത് ഒരു പ്രപ്പോസല് പ്രോമിസ് ആവണമെങ്കിൽ അതിൻ്റെ ആക്സെപ്റ്റൻസ്, അതിൻ്റെ സമ്മതം ആബ്സല്യൂട്ട് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അൺക്വാളിഫൈഡ് എന്ന കണ്ടീഷനുകൾ ഇല്ലാത്തതായിരിക്കണം. കണ്ടീഷനുകളോ ക്ലോസുകളോ ഇല്ലാത്തതായിരിക്കണം. അങ്ങനെ കണ്ടീഷനുകളും ക്ലോസുകളും ഉള്ളതാണെങ്കിൽ അതിനെ കൗണ്ടർ എന്നാണ് പറയാറ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കണമെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതൊരു ആബ്സല്യൂട്ട് ആക്സെപ്റ്റൻസ് അല്ല. കാരണം ആ കാര്യം ചെയ്തു തരാതെ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പ്രസ് ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ പ്രിസ്ക്രൈബ് ബൈ ദ പ്രപ്പോസർ. പ്രപ്പോസർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മാനറിൽ വേണം
ആ കാര്യങ്ങളിലൂടെ വേണം അതിൻ്റെ ആക്സെപ്റ്റൻസും കൊടുക്കേണ്ടത്. ഇപ്പം പ്രപ്പോസൽ അയച്ചിരിക്കുന്ന ലെറ്റർ വഴിയാണെന്ന് വിചാരിക്കുക, പോസ്റ്റൽ ലെറ്റർ വഴിയാണ് വിചാരിച്ചത്. അപ്പോൾ പോസ്റ്റൽ ആ ലെറ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആക്സെപ്റ്റൻസ് ലെറ്ററിൽ തന്നെ തിരിച്ചയക്കുക എന്ന് പറയുന്നു. നിങ്ങൾ ലെറ്ററിന് പകരം വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് ആയി മാറുകയില്ല. മെയിലിലൂടെ അയച്ചു കഴിഞ്ഞാലും അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് ആവുകയില്ല. ഒരു പ്രോപ്പർ ആക്സെപ്റ്റൻസ് വരണമെങ്കിൽ ആ പ്രപ്പോസർ പ്രിസ്ക്രൈബ് ചെയ്ത മാനറിൽ തന്നെ അതിൻ്റെ ആക്സെപ്റ്റൻസ് പോകണം. ഇപ്പോൾ നിങ്ങൾക്കിത് കൂടുതലും മനസ്സിലാകാൻ വേണ്ടി ഒരു സിനിമാ രംഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതവും വളരെ പോപ്പുലറുമായ ഒരു സിനിമയാണ് വന്ദനം. ആ വന്ദനം സിനിമയിൽ ആ പറയുന്ന നായകൻ നായികയോട് ഐ ലവ് യു എന്ന് പറയേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പലതരത്തിൽ അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അത് സ്വീകരിക്കാനായിട്ട് ആ പറയുന്ന നായകന് സാധിക്കില്ല. അവസാനം ആ നായകൻ പറയുന്നത് പോലെ പറയേണ്ട ഗതികേട് ആ കുട്ടിക്ക് വരികയാണ്. അപ്പം അതാണ് നമ്മുടെ കോൺട്രാക്ട് ആക്ടിലും ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷേ ഈ ഒരു പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ എക്സാമിന് എഴുതരുത്. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എഴുതിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഏത് തരത്തിലാണോ ആ പ്രപ്പോസർ ആ ആക്സെപ്റ്റൻസ് വരേണ്ടത് എന്ന് ഉദ്ദേശിക്കുന്നത്, വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ രൂപത്തിൽ തന്നെ ആ ആക്സെപ്റ്റൻസ് വന്നിരിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ എങ്ങനെയാണ് ഒരു റീസണബിൾ യൂഷ്വൽ മാനറിൽ ഒരു പ്രപ്പോസർ അയക്കേണ്ടത് അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് അയക്കേണ്ടത്? ബൈ നോട്ടീസ് ആവാം, വേർഡ്സ് ആവാം, ആക്ഷൻ ആവാം, ടൈം ആവാം. ഓക്കെ, അപ്പം നമ്മൾ ലാപ്സ് ഓഫ് ടൈം എന്നൊക്കെ പറയുന്ന കാറ്റഗറി ടൈമാണ്. ആക്ഷൻ എന്ന് പറയുന്ന നോട്ടീസ്, വേർഡ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ബൈ നോട്ടീസ് സാധാരണ നമ്മൾ നോട്ടീസ് വഴിയാണ് ഒഫീഷ്യലായ എല്ലാ ആക്സെപ്റ്റൻസ് റിവോക്കേഷനൊക്കെ നടത്തുന്നത്, പ്രിസ്ക്രൈബ്ഡ് ആയ മാനർ. ആക്സെപ്റ്റൻസ് ബൈ പെർഫോമിങ് കണ്ടീഷൻ ഓർ റിസീവിങ് കൺസിഡറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ അതിൽ ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് ആയിരിക്കണമെന്ന്. അത് ക്വാളിഫൈഡ് ആക്കാനുള്ള വല്ല കണ്ടീഷൻസും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളെയാണ് ഇതിൽ പറയുന്നത്. സാധാരണ സെക്ഷൻ 8 ആണ് അതിനെപ്പറ്റി പറയപ്പെടുന്നത്. പെർഫോമൻസ് ഓഫ് the conditions of a proposal or acceptance of any consideration for a reciprocal promise which may be offered with the proposal is an acceptance of the proposal. അതായത് ഒരു പ്രപ്പോസലിൻ്റെ അകത്തുള്ള കണ്ടീഷൻസ്, യൂണിവേഴ്സിറ്റി, അതായത് പുറത്തുള്ള രാജ്യത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ വന്നു നിന്നിരിക്കുക. ആ ഓഫർ ലെറ്ററിൽ നിങ്ങൾക്ക് 3-4 കണ്ടീഷൻസ് ഉണ്ട്. IELTS ഇത്ര പോയിന്റ് വേണം, ഫീസ് ഇത്ര കിട്ടണം. ആ പറയുന്ന 2 ക്ലോസുകൾ നിങ്ങൾ ഫുൾഫില്ല് ചെയ്യുമ്പോഴാണ് അവിടെ ആ പ്രപ്പോസലിൻ്റെ ആക്സെപ്റ്റൻസ് സംഭവിക്കുന്നത്. അത് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ അവിടെ ആക്സെപ്റ്റൻസ് വരുന്നില്ല. അത് നിങ്ങൾ IELTS നേടി, IELTSൻ്റെ കൂടെ നിങ്ങൾ അവിടെ ഫീസും കെട്ടി അത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ ആ ഓഫർ ലെറ്ററിന് കൃത്യമായ ഒരു ആക്സെപ്റ്റൻസ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് സെക്ഷൻ 8 പ്രകാരമാണ് പറയുന്നത്. അടുത്തതാണ് പ്രോമിസസ്, അതായത് വാഗ്ദാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉറപ്പിൻ്റെ യഥാർത്ഥ ലീഗൽ ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം. സെക്ഷൻ 9 പ്രകാരമാണ് ഇത് പറയപ്പെടുന്നത്. ഇൻ സോ ഫാർ ആസ് ദ പ്രപ്പോസൽ ഓർ ആക്സെപ്റ്റൻസ് ഓഫ് എനി പ്രോമിസ് ഈസ് മെയ്ഡ് ഇൻ വേർഡ്സ്, ദ പ്രോമിസ് ഈസ് സെഡ് ടു ബി എക്സ്പ്രസ്. In so far as the proposal or acceptance of any promise is made in other than in words, the promise said to be implied. അതായത് വേർഡ്സ് പ്രകാരമാണ് ഒരു പ്രപ്പോസലോ ആക്സെപ്റ്റൻസോ കൊടുക്കുന്നതെങ്കിൽ അതിനെ എക്സ്പ്രസ്
എന്നും അതേസമയം വേർഡ്സ് അല്ലാത്ത ഭാഗത്തിലൂടെ, വേർഡ്സ് അല്ലാതെ മറ്റേതെങ്കിലും മീഡിയയിലൂടെയാണ് അത് കൊടുക്കുന്നതിൽ അതിന് ഇംപ്ലൈഡ് എന്നും പറയാറുണ്ട്. ഒരു പ്രോമിസിന് സമ്മതം കൊടുക്കുമ്പോൾ അത് വേർഡ്സിലൂടെയാണെങ്കിൽ എക്സ്പ്രസ് എന്നും, അല്ലാതെ വേർഡ്സിലൂടെ അല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അതിന് ഇംപ്ലൈഡ് എന്നുമാണ് പറയാറ്. ഇതാണ് സെക്ഷൻ 9 പറയുന്ന ആ ഡെഫിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള നമ്മുടെ സബ്ജക്റ്റുകൾ കാണുന്നതിനും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ട എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നന്ദി. ഹാവ് എ നൈസ് ഡേ.